നമസ്കാരം ഡാക്ടർ ഷൂട്ടിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ഓട്ടോ ട്രാക്ക് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഫ്യൂഷൻ്റെ അകത്ത് നമ്മൾ മാസ്ക് ആഡ് ചെയ്യും അല്ലേ. അപ്പൊ നമ്മുടെ മാസ്ക് നമ്മുടെ ട്രാക്ക് ചെയ്ത ഒബ്ജക്റ്റിന്റെ കൂടെ മൂവ് ചെയ്യൂല, അത് അവിടെ തന്നെ സ്റ്റക്ക് ആയിട്ട് നിൽക്കും. ഇപ്പൊ ഞാൻ ഈ കാണിച്ച പോലെ നിങ്ങൾക്ക് പലപ്പോഴും പ്രശ്നം ഉണ്ടാവില്ല. ഇത് സോൾവ് ചെയ്യണം, നമ്മൾ ഒന്നെങ്കിൽ ഈ ട്രാക്ക് ചെയ്ത ഒബ്ജക്റ്റിന്റെ കൂടെ മാനുവലി മാസ്കിനെ ട്രാക്ക് ചെയ്ത് കൊണ്ടുപോകണം. ഇനി അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കണക്ട് ടു എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് കണക്ട് ചെയ്ത് അങ്ങനെയൊക്കെ പോകണം അല്ലെ. ഫ്യൂഷൻ നീക്കുമ്പോൾ തന്നെ തലവേദന എടുക്കുന്നുണ്ടാവും അല്ലെ. അങ്ങനെ ഒന്നും വേണ്ട. ഫ്യൂഷൻ വളരെ എളുപ്പത്തിൽ പഠിക്കാനുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്ത് കണ്ടു നോക്കുക. അപ്പോൾ ഫ്യൂഷൻ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നും. ഓക്കെ, അപ്പൊ ഞാൻ എനിക്ക് വേണ്ട ഒരു വീഡിയോ ക്ലിപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യാണ്. ആദ്യം ട്രാക്കിംഗ് കാണിക്കാം, എന്നിട്ട് മാസ്കിങ് കാണിക്കാം അല്ലെ. അപ്പൊ ഞാൻ ഈ രണ്ട് ക്ലിപ്പുകളാണ് എനിക്ക് വേണ്ടത്. അതായത് ഈ ഒരു പലകയുടെ മുകളിൽ ഈ ഒരു ക്ലിപ്പിൽ കിടക്കുന്ന എന്റെ മോളാണ്. അവള് അതിൽ കിടന്ന് ഇങ്ങനെ ഒഴുകി വരുന്ന ഒരു വീഡിയോ ആണ് നമുക്ക് ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ അത് ട്രാക്ക് ചെയ്ത് എടുക്കുക ആദ്യം തന്നെ. ഓക്കെ, ഈ രണ്ട് വീഡിയോനെ ഞാൻ സെലക്ട് ചെയ്തു, റൈറ്റ് ക്ലിക്ക് ചെയ്തു, ന്യൂ ഫ്യൂഷൻ ക്ലിപ്പ് അല്ലെ. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ട് കൂടുതലൊന്നും പറഞ്ഞില്ല. ഇത്രയും ചെയ്ത ശേഷം ഫ്യൂഷന്റെ അകത്തേക്ക് വരിക. ഇതൊരു ചെറിയ ഷോർട്ട് ഫിലിം ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടു നോക്കുക. വീഡിയോ ചെയ്ത് കഴിഞ്ഞില്ല, കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം കേട്ടോ. ഒരു ആനിമൽസും ഒരു VFX മൂവി ആയിട്ട് ചെയ്താണ്. ഷാർക്കൊക്കെ വരുന്ന കടലൊക്കെ ഉണ്ട്. അത് അണ്ടർ എഞ്ചിനിലാണ് ചെയ്തേക്കുന്നത് കേട്ടോ. ഓക്കെ, ഇതൊന്ന് റിമൂവ് ചെയ്തു. ഇനി ഈ പച്ച കണക്ടർ, അതായത് ഫോർഗ്രൗണ്ട് ഒന്ന് റിമൂവ് ചെയ്തു. ബാക്ക്ഗ്രൗണ്ട് മാർക്ക്, ബാക്ക്ഗ്രൗണ്ട് ഏതാണ് ഈ ഒരു ക്ലിപ്പ് അല്ലെ, അതിനൊന്ന് ഇതിലേക്ക് ആഡ് ചെയ്തു. ഇനി ഈ ഒരു ക്ലിപ്പിനെ ഞാൻ ഒന്ന് ട്രാക്ക് ചെയ്യണം അല്ലെ. ആദ്യം തന്നെ ഈ പറയുന്ന ട്രാക്ക് ചെയ്യണം. അപ്പോൾ ഷിഫ്റ്റ് സ്പേസ്, ഇവിടെ നമുക്ക് പ്ലാനർ ട്രാക്കർ മതിയില്ലേ, ധാരാളമാണ്. പ്ലാനർ എന്നിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പ്ലാനർ അല്ലെങ്കിൽ ട്രാക്കറും സെർച്ച് ചെയ്താലും കിട്ടും. പ്ലാനർ ട്രാക്കറിനെ ആഡ് ചെയ്തു. ഈ ഒരു പ്ലെയിനാണ് നമ്മൾ ട്രാക്ക് ചെയ്യേണ്ടത് അല്ലെ. 1, 2, ഇവിടെ 4 കോർണർ മതി നമുക്ക്. ഓക്കെ അല്ലെ. ഫസ്റ്റില് തുടങ്ങിയതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലോസ്ഡ് ആയി. ഓക്കെ അല്ലെ. അപ്പൊ ഇതിനൊന്ന് ട്രാക്ക് ചെയ്തെടുക്കണം. ട്രാക്ക് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ആദ്യം ഇവിടെ ഇൻസ്പെക്ടറിന്റെ അകത്ത് വന്നിട്ട് ഈ സെറ്റ് എന്നുള്ള ഈ ഓപ്ഷൻ ഇല്ലേ, ഇത് മസ്റ്റ് ആയിട്ടും ക്ലിക്ക് ചെയ്യണം കേട്ടോ. സെറ്റ് കൊടുക്കാം. 223 ട്രാക്കിലാണ് നമ്മൾ ഇതിനെ സെറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിർബന്ധമായിട്ട് സെറ്റ് ചെയ്യണം. പിന്നെ ട്രാക്കർ പോയിന്റ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ ഹൈബ്രിഡ് ഏരിയ കൊടുക്കുക കേട്ടോ. വേറെ ഒന്നും കാര്യമായിട്ട് മാറ്റാൻ ഉണ്ടാവില്ല. ഇതിനിപ്പോ ഹൈബ്രിഡ് ഒന്നും വേണമെന്നില്ല കേട്ടോ. സാധാരണ ഇതിൽ ഇനി ട്രാക്ക് ബാക്ക്വേർഡ് കൊടുക്കുക അല്ലെ. ആദ്യം ഈ ഒരു ഐക്കൺ കേട്ടോ. ഇത് ഓരോ പോയിന്റ് ബാക്ക്വേർഡ് ചെയ്യാനാണ്, ഇത് മൊത്തത്തിൽ ട്രാക്ക് ചെയ്യാനുള്ളതാണ്. ഓക്കെ, ബാക്ക്വേർഡ് ട്രാക്കിംഗ് കഴിഞ്ഞു അല്ലെ. ഇനി ഫോർവേഡ് മുന്നോട്ടേക്ക് ട്രാക്ക് ചെയ്യണം. അതിനെന്ത് ചെയ്യാം, ഈ ഗോ എന്നുള്ള ഐക്കണിൽ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എവിടെ നിന്നാണോ ട്രാക്കിംഗ് തുടങ്ങി അവിടേക്ക് വരും. ഓക്കെ, ഇനി ഫോർവേഡ് ട്രാക്ക് ചെയ്യാം അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ട്രാക്കിംഗ് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കും, വളരെ എളുപ്പമാണ്. മാസ്കിങ്ങിന്റെ ഏരിയ ആണ് ഇത്തിരി ബുദ്ധിമുട്ടില്ലേ, ആ മാസ്കിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു കാര്യം പറയാതെ ചെയ്യാൻ പറ്റൂലല്ലോ, അതുകൊണ്ടാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ബുദ്ധിമുട്ടാവുന്നില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ട്രാക്കിംഗ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. ട്രാക്കിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ ക്രിയേറ്റ് പ്ലാനർ ട്രാൻസ്ഫോം എന്നുള്ള ഒരു നോഡിനെ ക്രിയേറ്റ് ചെയ്യുക അല്ലെ. ഈ നോഡിന്റെ അകത്തേക്ക് ഈ മീഡിയ 2നെ കണക്ട് ചെയ്യണം അല്ലെ. എന്നിട്ട് ഇതിനെ എടുത്തിട്ട് ഈ മെർജിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ കണ്ടോ. ഇനി ഈ ഗ്രീൻ സ്ക്രീൻ ഒന്ന് റിമൂവ് ചെയ്യണേ. നമ്മൾ സാധാരണ ഇതിൽ എന്താ ചെയ്യുന്നത്, ഏതെങ്കിലും ഒരു കിയർ ആഡ് ചെയ്യല്ലേ, ഡെൽറ്റയോ അതായത് ഞാനിപ്പോ ഇവിടെ 3D കിയർ ആണ് ആഡ് ചെയ്യുന്നത്. 3D കെ എന്ന് അടിച്ചാൽ 3D കിയർ കിട്ടും. അതാകുമ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിലൂടെയാണ് റിമൂവ് ചെയ്യേണ്ടത്, അതിലൂടെ അങ്ങ് പോയി കിട്ടും കണ്ടോ. ഇപ്പൊ ഇങ്ങനെ കൂടുതൽ പോയി എന്താ ചെയ്യുക, അവിടെ ഡിലീറ്റ് സ്റ്റോപ്പ് കൊടുക്കുക, എന്നിട്ട് കറക്റ്റ് ആയിട്ട് വരയ്ക്കുക കേട്ടോ. ഇനി ഡിസ്പ്ലേ വലത്തേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് പോകും കേട്ടോ. ഇനിയിപ്പോ നമുക്ക് മാസ്ക് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നത് ഈ ഒരു ട്രൈപോഡിന്റെ ലെഗ് ഇവിടെ കിടക്കുന്നതുകൊണ്ടാണ് അല്ലെ. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ മാസ്ക് ചെയ്യേണ്ട ഒരു ആവശ്യം ഇവിടെ കാര്യമായിട്ട് വരുന്നില്ല. അപ്പൊ എന്ത് ചെയ്യും, മാസ്ക് നമ്മൾ ഈ ഒരു മെർജിലാണ് കൊടുക്കുക അല്ലെ. സാധാരണ ഇതിൽ ഈ ഒരു മെർജിൽ മാസ്ക് കൊടുക്കുമ്പോൾ നോക്കിക്കോ, നമ്മൾ മാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങ് റിമൂവ് ആവും കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, റിമൂവ് ആയി പോയി അല്ലെ. ഇനി വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു കീറിന് ശേഷം ഒരു ട്രാൻസ്ഫോം നോഡൊക്കെ ആഡ് ചെയ്തിട്ട് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അറിയില്ലെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ അതിന് പാകത്തുള്ള വീഡിയോസ് കണ്ടോ. ഇപ്പൊ കണ്ടോ പ്രശ്നം, ഇതാണ് ഞാൻ പറഞ്ഞ പ്രശ്നം. ഒന്നെങ്കിൽ ഇതിങ്ങനെ മാറ്റിയ സമയത്ത് മാസ്ക് നമ്മൾ അതിന്റെ കൂടെ മാറ്റേണ്ടി വരും. ഇനി അങ്ങനെയല്ല, ട്രാക്കിംഗ് പോയിന്റ് കറക്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിങ്ങനെ ട്രാക്കായി പോകുമ്പോൾ മാസ്ക് അവിടെ നിന്നിട്ട് കണ്ടോ വേറെ രീതിയിലൊക്കെയാണ് കട്ടാവുന്നത്. ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളാണ് ഇവിടെ വരിക. ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ മാസ്ക് കൊടുക്കുന്ന പകരം മാസ്ക് റിമൂവ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, കുട്ടീനെ വേണ്ട പൊസിഷനിൽ സെറ്റ് ആക്കി വെക്കുക. ഓക്കെ അല്ലെ. അപ്പൊ നമ്മളിങ്ങനെ ചെറുതാക്കി വെച്ച് കഴിഞ്ഞാൽ മാസ്ക് കൊടുക്കാൻ വേണ്ടി നമുക്ക് സൂം ചെയ്യാം കേട്ടോ. അങ്ങനെ കിടക്കട്ടെ. ഓക്കെ അല്ലെ. എന്നിട്ട് ഈ ഒരു മീഡിയ ഇൻപുട്ട് ഇല്ലേ, ഇത് ഇവിടുന്ന് ഡിസ്കണക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നേരെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കണ്ടോ, ഈ ബാക്ക്ഗ്രൗണ്ടിനെ വലിച്ചതിന്റെ താഴേക്ക് ഇടുക. എന്നിട്ട് ഇവിടുന്ന് ഒരു കണക്ഷൻ വലിച്ചിട്ട് ഇവിടേക്ക് ഈ എൻഡിലേക്ക് സ്ക്വയർ കണ്ടോ, ഈ സ്ക്വയറിലേക്ക് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ഒരു മെർജ് നോഡ് കിട്ടും. ആ മെർജ് നോഡിൽ മീഡിയ എന്നുള്ളത് പച്ചയിലും ബാക്ക്ഗ്രൗണ്ട് മഞ്ഞയിലും തന്നെ കണക്ട് ആവണം കേട്ടോ. അങ്ങനെ അല്ല കണക്ട് ആയതെങ്കിൽ കമാൻഡ് T അടിച്ചു കഴിഞ്ഞാൽ സ്വാപ്പ് ആവും കേട്ടോ. അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക,
സ്വാപ്പ് ഇൻപുട്ട് കൊടുത്താൽ മതി. ഓക്കെ അല്ലേ? അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് മെർജ് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ മാനുവലി കണക്ട് ചെയ്താലും മതി കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ അല്ലെ, നമുക്ക് അധികം പറയണ്ടല്ലോ. ഇനി എന്ത് ചെയ്യുക, ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ ആൽഫ ചാനലിനെ വലിച്ചു കളയാം, ഫുള്ളായിട്ട് 0ലേക്ക് വലിച്ചു കളയാം. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ മെർജ് നോഡ് എടുത്തിട്ട് ഡെൽറ്റ ഗിയറിലേക്ക് കണക്ട് ചെയ്യുക. ഡെൽറ്റ ഗിയർ കഴിഞ്ഞിട്ടാണല്ലോ ട്രാൻസ്ഫോം വരുന്നത് അല്ലെ. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. കണ്ടോ, ട്രാക്കിംഗ് കറക്റ്റ് ആണ്, നല്ല വൃത്തിയുള്ള ട്രാക്കിംഗ് ആണ് എപ്പോഴും വരുന്നത്. പക്ഷെ ഇവിടെ ട്രൈപോഡിന്റെ കാലുണ്ട് അല്ലേ. അപ്പൊ നമ്മൾ ഇനി ഈ ഒരു മെർജ് നമ്മൾ ഉണ്ടാക്കിയില്ലേ, ബാക്കി എല്ലാവരും അവിടെ പോട്ടെ. ഇവിടെയാണ് പ്രധാനപ്പെട്ട ഏരിയ കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് എന്ത് ചെയ്യുക, ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യുക, ഇൻപുട്ടിന്റെ അകത്ത് ഒരു മെർജ് ആഡ് ചെയ്യുക. ഈ മെർജിന്റെ അകത്ത് നമ്മൾ ഒരു മാസ്കിനെ ആഡ് ചെയ്യാം. ഓക്കെ, ഇവിടെ കാണണമെങ്കിൽ ഒന്ന് സൂം ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പൊ നമ്മൾ ആ ഒരു മാസ്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നോക്കിക്കോ, ആ മാസ്ക് ട്രാക്ക് ആവുന്ന കണ്ടോ. ഞാൻ ഇതിങ്ങനെ മൂവ് ചെയ്ത് കാണിച്ചു തരാം. മാസ്കിന്റെ ആ ഒരു ഐക്കൺ അവിടെ കിടന്നോടെ കണ്ടോ. മാസ്ക് വേറൊരു ഒന്നും ചെയ്യാനില്ല, മാസ്ക് അതിന്റെ കൂടെ തന്നെ ഡ്രാഗ് ആവുന്ന കണ്ടോ. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. കറക്റ്റ് എങ്ങനെയാണോ ട്രാക്ക് ആകുന്നത് അതിനനുസരിച്ച് മാസ്കും വരും. അപ്പോൾ ഈ ഇത്രയും ഏരിയ ഒരു സെറ്റ് ആയതിനു ശേഷമാണ് മീഡിയ 2 എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ട് ഇവിടെ കിട്ടുന്നത്. അതാണ് ഇവിടെ ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഇൻസ്റ്റാഗ്രാം ID ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ വെബ്സൈറ്റും ലിങ്കും അതുപോലെ പ്ലേലിസ്റ്റ് എല്ലാ കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വെബ്സൈറ്റിൽ ഈ ഒരു പ്ലേലിസ്റ്റ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.